നിലവിളക്കിൻ തിരിനാളം ഇരുളകറ്റുമെന്ന പോ അജ്ഞതയാമന്ധകാരമാറ്റിടുമേ ദർശനം. നമസ്കാരം. എൻ്റെ പേര് ദിനു എസ് ചന്ദ്രൻ. എൻ്റെ സ്വദേശം മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള നമ്മുടെ സ്കൂൾ നിൽക്കുന്ന മഞ്ചേരിയിൽ നിന്നൊരു 30-35 കിലോമീറ്റർ ദൂരെയുള്ള കരുവാരുണ്ടെന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. അപ്പോൾ ഞാൻ NSS സ്കൂളിൽ 1995 മുതൽ ഒരു 3 കൊല്ലം 1998 SSLC പാസ്സാവുന്നത്. 8th, 9th, 10th ആണ് നമ്മുടെ സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയായിട്ട് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ 50ാം വാർഷികം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുളവാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ സെലിബ്രേഷൻസിന് വേണ്ടിയിട്ടും അതിനോടനുബന്ധിച്ച് നടത്തുന്ന ആലുമിനി ഇവൻറ്റിന് വേണ്ടിയും അഹോരാത്രം സഹകരിക്കുന്ന നമ്മുടെ PTA മെമ്പേഴ്സും പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻസിന് എല്ലാവിധ ആശംസകളും. അതുപോലെ ഈ പരിപാടി ഏറ്റവും ഗംഭീരമായി തീരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തുള്ള ചില ചെറിയ ഓർമ്മകൾ കൂടി ഈ സമയത്ത് മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ കരുവാരുകൊണ്ടായിരുന്നത് കൊണ്ട് സ്കൂളിലേക്ക് അത്ര ദൂരമുള്ളതുകൊണ്ട് ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഹോസ്റ്റൽ ജീവിതമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു യുണീക്കായിട്ടുള്ളൊരു കാര്യം. കാരണം നമ്മൾ ഹോസ്റ്റലേഴ്സ് വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ ആ കാലഘട്ടത്തിൽ. അപ്പോൾ അധികം ഡേ സ്കോളേഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ എന്ന് വെച്ചാൽ നമ്മൾ ഡോർമിറ്ററിയിൽ നമ്മുടെ ജൂനിയേഴ്സും സീനിയേഴ്സും ആയിട്ടുള്ള കുട്ടികളിലൊക്കെ ഒരുമിച്ച് താമസിച്ച് സ്കൂളിൽ തന്നെ ബിൽഡിങ്ങിനോട് തൊട്ട് ചേർന്നിട്ടാണല്ലോ ഹോസ്റ്റലുള്ളത്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമ്മളുടെ പഠനവും കളിയൊക്കെ സ്കൂൾ ക്യാമ്പസിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഹോസ്റ്റലിൽ ജീവിച്ചിരുന്നവർക്ക്, ഹോസ്റ്റലിൽ താമസിച്ചിരുന്നവർക്ക് സ്കൂളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുറച്ചും കൂടി കൂടുതൽ ദൃഢമായിട്ടും വാമായിട്ടുള്ള ഒരു അങ്ങനെ ഒരു ഫീലിംഗാണ് എനിക്കും തോന്നാറ് എപ്പോഴും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഒരു ക്യാരക്ടർ മോൾഡിങ്, അതായത് 8th, 9th, 10th ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അന്ന് കോളേജ് എഡ്യൂക്കേഷൻ ആയിരുന്നല്ലോ, പ്രീ ഡിഗ്രി ഉണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പോൾ അതിന് പോകുന്നതിന് മുന്നേ നമ്മുടെ ഒരു വ്യക്തിത്വ വികാസമൊക്കെ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു റെസിഡൻഷ്യൽ രീതിയിൽ നിന്ന് പഠിക്കാനും എല്ലാവരോടും സഹകരിച്ചും അതുപോലെ തന്നെ നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്കിൽസൊക്കെ സ്വായത്തമാക്കിയിരുന്ന ഒരു കാലഘട്ടം എന്നുള്ള നിലയിൽ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് റോളുള്ള ഒരു സമയമായിരുന്നു അത്. അപ്പോൾ ഹോസ്റ്റലുകളിലെ വൈകുന്നേരങ്ങളിലുള്ള ക്രിക്കറ്റ് കളിക്കലും അതുപോലെ മറ്റ് പല കളികളും, പിന്നെ കൂട്ടത്തോടെയുള്ള സർവ്വമത പ്രാർത്ഥന, പിന്നെ അത് കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഓരോ ക്ലാസ് റൂമിൽ പോകുന്നു, പഠിക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെയുള്ള വളരെ ഒരു എന്താ പറയുക, നമ്മൾ കൂട്ടത്തോടെ ഇരുന്ന് പഠിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു സ്ട്രെസ്സൊന്നും നമുക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈവൻ പരീക്ഷകളുടെ സമയത്താണെങ്കിൽ പോലും നമ്മളെ കൂട്ടുകാരെ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്, നമ്മളെ ക്ലാസ്സിലുള്ളവർ നമ്മളെ കൂടെ ഇരുന്ന് പഠിക്കുന്നു എന്നുള്ളതൊക്കെ എനിക്കത് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിരുന്ന സമയത്ത് അതൊരു ഭയങ്കരമായ സ്ട്രെസ് റിലീഫുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ കുറച്ചൊക്കെ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ വീട്ടിൽ നിന്ന് വിട്ട് നിന്ന് പഠിക്കുന്നതിൻ്റെ ഒരു വിഷമമൊക്കെ വരും, ഹോം സിക്നെസ്സൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ, എനിക്കൊന്ന് ഒരു പ്രാവശ്യം എന്തായാലും വീട്ടിൽ പോകുമായിരുന്നു, അല്ലെങ്കിൽ പാരൻസ് അച്ഛനും അമ്മയൊക്കെ കാണാൻ വേണ്ടി വരുമായിരുന്നു. അപ്പോൾ ആ ഒരു വളരെ മനോഹരമായൊരു കാലഘട്ടമായിട്ട് തന്നെയാണ് മനസ്സിൽ നിന്നും ഒരു പീരീഡ് നിൽക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്നത് ഈ കലോത്സവങ്ങളിലൊരു പല കലാപരിപാടികളിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടും ശാസ്ത്രമേളകളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും കൂട്ടുകാരോടൊത്തുള്ള ഒരു പ്രവർത്തനം, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, പിന്നെ നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് പ്രൈസുകൾ വാങ്ങിക്കൊണ്ടുവരണം എന്നുള്ള നിലയിൽ തന്നെ സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലൊക്കെ നമ്മളൊരു ടീമായിട്ട് പോയിട്ട് പങ്കെടുക്കുകയും മത്സരിക്കുകയും അങ്ങനെ ഒരുപാട് പ്രാവശ്യം സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മ നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലെ ഓർമ്മകൾ. ഇപ്പോൾ ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലിയും ഡൽഹിയിൽ തന്നെയാണുള്ളത്. എൻ്റെ ഭാര്യയുടെ പേര് സ്മൃതി കൃഷ്ണ എന്നാണ്. ഞാനൊരു ഡോക്ടറാണ്. അതുപോലെ തന്നെ എൻ്റെ ഭാര്യയും ഒരു ഡോക്ടറാണ്. പിന്നെ ഞങ്ങൾക്ക് 2 മക്കളുണ്ട്, 2 ആൺമക്കൾ, മേഘ്നാഥ് ആൻഡ് ജഗന്നാഥ്. അവർ 5ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലായിട്ട് പഠിക്കുന്നു ഡൽഹിയിൽ തന്നെ. അപ്പോൾ ഈ സ്കൂളിൻ്റെ അലുമിനി ഇവൻ്റെ ഏറ്റവും ഭംഗിയായി വരട്ടെ, ഏറ്റവും ഗംഭീരമായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.
ഈ തിരുമുറ്റത്തു നമ്മളൊന്നു ചേർന്നു നേടിയോരക്ഷരത്തിൻ അക്ഷയമാം ഭിക്ഷയൊന്നതാശ്രയം. നേരുമാത്രമൊന്നതാണൻ അക്ഷതമെന്നോർക്കണം. നന്മയേകി നല്ല വഴി ചൊല്ലിത്തന്നതോർക്കണം. പ്രകാശമേ നയിച്ചിടുകെന്നോതിടുന്ന വേളയിൽ മാർഗദർശിയായിടട്ടെ വിദ്യതൻ പ്രഭാകരം. പ്രകാശമേ നയിച്ചിടുകെന്നോതിടുന്ന വേളയിൽ മാർഗദർശിയായിടട്ടെ വിദ്യതൻ പ്രഭാകരം.